ഹലോ. അപ്പോൾ നമ്മുടെ 30 ഡേ ഹോം വർക്കൗട്ട് സീരീസിന്റെ 11th ഡേ ആണിന്ന്. നമ്മളൊരു ഹോൾ ബോഡിയാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. വാ. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോൾ ബോഡി വർക്കൗട്ട് ആണ്. ഓക്കെ, ഹോൾ ബോഡി എന്ന് പറയുമ്പോൾ ഒരു ഡംബൽ കോംപ്ലക്സ് വർക്കൗട്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വാമപ്പിന് ശേഷം പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്യാം. വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നെക്ക് റൊട്ടേഷൻ. റെഡി? 1 2 3 4 5 6 7 8 9 10. Arm rotation. The 1 2 3 4 5 6 7 8 9 10. Reverse. 1 2 3 4 5 6 7 8 9 10. Shoulder. 1 2 3 4 5 6 7 8 9 10. Reverse. 1 2 3 4 5 6 7 8 9 10. Side. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, the 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Hip up. 1 2 3 4 5 6 7. Come on. 8 9 10. Reverse. 10 9 8 7 6 5 4 3 2 1. Relax. കാല് വേടി വെച്ചു. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് രണ്ട് ലെഗ്സ് ഫുൾ സ്ട്രെച്ച് ബാക്ക്. റെഡി? 1 2 3 4 5 6 7 8 9 10. Relax. Whew. Okay. The 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, back leg. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. Okay, the 1 2 3 4 5 6 7
8 9 10. അടുത്ത കാല് 1 2 3 4 5 6 7 8 9 10. Relax. അപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡംബൽ കോംപ്ലക്സ് വർക്കൗട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു 5 വർക്കൗട്ട് കാണും. അത് 5 വർക്കൗട്ടും ഓരോന്നും 5 റെപ്സ് വെച്ച് ചെയ്യുന്നു. ഇപ്പൊ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ലിഫ്റ്റ് ഉണ്ട്, ദെൻ ബൈസെപ്സ് കേൾസ് ഉണ്ട്, ദെൻ പ്രസ്, ദെൻ ലഞ്ചസ്, ദെൻ ബെൻഡ് ഓവർ റോ. ഇങ്ങനെ 5 വർക്കൗട്ട് ഉണ്ട്. ഈ 5 വർക്കൗട്ടും നമ്മൾ ഓരോന്നും 5 റെപ്സ് വെച്ച് ചെയ്യും. ഓക്കെ, ഡെഡ് ലിഫ്റ്റ് 5, കേൾസ് 5, പ്രസ് 5, അങ്ങനെ നമ്മൾ 5 വെച്ച് ചെയ്യും. അതാണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് വിത്തൗട്ട് റെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഒരു സർക്യൂട്ട് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നു, എഗെയിൻ നമ്മൾ അത് തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ 5 സർക്യൂട്ട്സ് ആണ് നമുക്കുള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡെഡ് ലിഫ്റ്റ് ആണ്. ഓക്കെ, ഡംബൽ ഡെഡ് ലിഫ്റ്റ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു ടൈമിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ബെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. എന്നാലും നമുക്ക് വീണ്ടും ചെയ്യാം. അതായത് ലെഗ്സ്, ഫുട്ട് നമ്മുടെ ഈ ഷോൾഡർ ലെവലിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഷോൾഡർ ലെവലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ദെൻ ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്യരുത്. ബാക്ക് ഷുഡ് ബി സ്ട്രെയിറ്റ്, എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കാം. ദെൻ ഹിഞ്ച് വരേണ്ടത് ഇവിടുന്ന് ലോവർ ബാക്ക് നിന്ന് ഹിഞ്ച് വരിക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് മുട്ട് നിങ്ങൾക്ക് ഇത് ഒരു കണ്ണാടി വെച്ചിട്ട്, ഒരു മിറർ വെച്ചിട്ട് സൈഡ് നിന്നിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റർ ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. എപ്പോഴും പോസ്റ്റർ കറക്റ്റ് ആയിരിക്കുക. മുട്ട് ചെറിയ ബെൻഡ് കീപ്പ് ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ചെറിയ ബെൻഡ് കീപ്പ് ചെയ്യുക, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ദെൻ നിങ്ങളുടെ ഹിഞ്ച് വരേണ്ടത് ലോവർ ബാക്ക് ഇവിടുന്ന്. കണ്ടോ ഞാൻ അതായത് എന്റെ ഗ്ലൂട്ട്സ് ബാക്കിലേക്ക് പുഷ് ചെയ്യാണ്. ഗ്ലൂട്ട്സ് ബാക്കിലേക്ക് പുഷ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ എന്റെ അപ്പർ ബോഡിയും ബെൻഡ് ചെയ്ത് വന്നു. മനസ്സിലായോ? ഈ പോസ്റ്റർ കണ്ടോ? ഞാൻ ഒത്തിരി ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ ഒരുപാട് ഇരുന്നിട്ടില്ല. ഞാൻ ബെൻഡ് ചെയ്തു, ബാക്കിലേക്ക് പുഷ് ചെയ്തതിന്റെ കൂടെ ഈ പോസ്റ്റർ നിന്നു. എന്റെ ബാക്ക് സ്ട്രെയിറ്റ് ആണ്. എന്റെ അപ്പർ ബാക്ക് സ്ട്രെയിറ്റ് ആണ്. ഞാൻ ഇവിടെ ലോവർ ബാക്കിൽ നിന്നാണ് ഈ ഹിഞ്ച് കൊണ്ടുവന്നത്. ഓക്കെ, ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംബൽ എടുക്കുന്നു. ഡംബൽ ഇവിടെ ഇങ്ങനെ പിടിക്കണമെന്നില്ല, ഇങ്ങനെ പിടിച്ചോളൂ. ഇങ്ങനെയുമല്ല, ഇവിടെ പിടിച്ചോളൂ. എന്നിട്ട് കാല് ഞാൻ പറഞ്ഞ പോലെ വെക്കുക. ദെൻ നമ്മുടെ ഗ്ലൂട്ട്സിന് അവിടെ നിന്ന് പുഷ് കൊടുത്ത് ലോവർ ബാക്ക് ഹിഞ്ച് ചെയ്ത് നോക്കിയേ, പോയി. 1. കണ്ടോ? നിങ്ങളിത് ഒരു മിറർ നോക്കി പോസ്റ്റർ കറക്റ്റ് ആക്കുക. ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എപ്പോഴും നമ്മുടെ മൈൻഡ് ഇവിടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരിക്കുക. ഓക്കെ, ശരിയാവും. ഇപ്പൊ നമ്മളിത് 5 കൗണ്ട്സ് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തോ? നിങ്ങളിത് പോസ്റ്റർ പഠിച്ചതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. റെഡി? 1 2 3 4 5. മനസ്സിലായില്ലേ? ദെൻ ബൈസെപ്സ് കേൾസ് അറിയാവുന്ന സാധാരണ വർക്കൗട്ടാണല്ലോ എല്ലാവർക്കും. വെക്കുന്നു. 1. കണ്ടോ? കൈ ഇങ്ങനെ. 2 3 4 5. ഓക്കെ, 5 ആയി. അടുത്തത് ഷോൾഡർ പ്രസ്. ഇവിടെ ഇരിക്കുന്നു. കണ്ടോ? 1 2 കണ്ടോ? 3 4 5. ഷോൾഡർ പ്രസ്. ഓക്കെ, ഇത് ചെയ്യുമ്പോ ഇവിടെ വരെ ഒന്നും കൊണ്ടിറക്കണ്ട, ഇങ്ങനൊന്നും പോകണ്ട, ഇവിടെ വരെ വന്നാൽ മതി. നമ്മുടെ ഈ 2 ഇയേഴ്സ് വരെ വന്നാൽ മതി. ഓക്കെ, 1. കണ്ടോ? മനസ്സിലായോ? ദെൻ ലഞ്ചസ് നമ്മൾ ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ളതാണ്.
ഒരു കാല് വെക്കുന്നു, മറ്റേ കാല് ബാക്കിലേക്ക്. 1 2 3 4 5. അടുത്ത കാല്. 1 2 3 4 5. ഓക്കെ, ഇനി ബെൻഡ് ഓവർ റോ ഒരുപാട് വട്ടം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇതാ നേരത്തെ ചെയ്ത പോലെ ബെൻഡ് ചെയ്യുന്നു. കണ്ടോ, പോസ്റ്റർ കണ്ടല്ലോ അല്ലെ? ബെൻഡ് ചെയ്യുന്നു. 1 2 3 4 5. റിലാക്സ്. തീർന്നു. ഒരു സർക്യൂട്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഡെഡ് ലിഫ്റ്റ് 5 കൗണ്ട്സ്. നിക്കേ, ഞാൻ ഇത് വെച്ചോട്ടെ. Dead lift 5 counts, biceps curls 5 counts, shoulder press അതും 5 counts, lunges 5 counts, then bend over row 5 counts. ഓക്കെ, അങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനെ പതുക്കെ 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 നമ്മുടെ ഇന്റൻസിറ്റി കൂട്ടി കൂട്ടി വരുന്നുണ്ട്. അത് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഫസ്റ്റ് വീഡിയോ ചെയ്തു, ദെൻ പോയി 4ാമത്തെ വീഡിയോ ചെയ്തു, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അത് സെറ്റ് ആവില്ല. നിങ്ങളിത് നമ്മുടെ ഡേ 1 ഡേ 2 അങ്ങനെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരിക കേട്ടോ. പതുക്കെ പതുക്കെയാണ് നമ്മൾ ഇന്റൻസിറ്റി കൂട്ടി വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ നിന്നും ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ റിസൾട്ട് ഉള്ളവരൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്, അതിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക. അതനുസരിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ശരി, എല്ലാവരും വെള്ളം കുടിച്ചോട്ടോ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. 10 സെക്കൻഡ് ഉണ്ട്, ഞാൻ പറഞ്ഞുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. പിന്നെ വ്യൂസ് ഉണ്ട്, വ്യൂസ് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നില്ല. അപ്പം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ യൂസ് ചെയ്യുക. ഇത്രയും ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. കമോൺ, റെഡി? ഡംബൽ എടുത്തോളൂ. ഡംബൽ എടുത്തെന്ന് വിശ്വസിക്കുന്നു. Then deadlift 5 counts. The 1 2 3 4 5. Okay, biceps curls. 1 2 3 4 5. Shoulder press. 1 2 3 4 5. Lunges. They 1 2 3 4 5. അടുത്ത കാല്. 1 2 3 4 5. ബെൻഡ് ഓവർ റോ. ദാ ബെൻഡ് ചെയ്യുക. 1 2
3, 4, 5. റിലാക്സ്. സെക്കൻഡ് സർക്യൂട്ട് കഴിഞ്ഞു. എന്താ എളുപ്പം അല്ലേ? സേതുവേ, ഇടയ്ക്കൊന്ന് ഫേസ് ഒക്കെ കാണിച്ചിട്ട് വെക്കോ. ഫേസ് കാണിക്കാൻ പറഞ്ഞോളൂ. എന്റെ ഫോൺ തട്ടിയിട്ടത്, ക്യാമറ തട്ടിയിട്ടത്. സെക്കൻഡ് സർക്യൂട്ട് അവിടെ കിട്ടത്തില്ല, അങ്ങോട്ടില്ല. ആ ഓക്കെ, എന്താ ഓക്കെ കേട്ടോ, ബൈ. ഓക്കെ റെഡി, വാ. ഓക്കെ ബൈ. ചെയ്യാം, ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. എടുത്തോ, ഡംബൽ എടുത്തോളൂ. ഡംബൽ എടുത്തു, പൊസിഷനിൽ നിൽക്കുക. ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. റെഡി, കം ഓൺ. 1, 2, 3, 4, 5. Okay, biceps curls. 1, 2, 3, 4, 5. Shoulder press. 1, 2, 3, 4, 5. Lunges. 1, 2, 3, 4, 5. Next. 1, 2, 3, 4, 5. Bend over row. 1, 2, 3, 4, 5. തേർഡ് സർക്യൂട്ട് കഴിഞ്ഞു. അയ്യോ അയ്യോ അയ്യോ. അപ്പോ എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും നമ്മളിത് 30 days ഫുള്ള് നമ്മള് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കൂടെ കൂടുക, ചെയ്യുക, റിസൾട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഉണ്ടായ റിസൾട്ട് നമ്മളെയും കൂടെ അറിയിക്കുക കേട്ടോ. അയ്യോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഡയറ്റിന്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ചോദിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡയറ്റ്സ് പറഞ്ഞു തരാം. കാരണം ഒരു കോമൺ ഡയറ്റ് പറഞ്ഞു തരുന്നത് വെറുതെ മണ്ടത്തിലാണ്, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സോ ഓരോരുത്തർക്കുള്ള ഡയറ്റ് പറഞ്ഞു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നാളെ നമുക്ക് റെസ്റ്റ് ആൻഡ് റിക്കവറി ആണ്. ഇത്രയും ദിവസം വർക്കൗട്ട് ചെയ്തു. നാളെ നമുക്ക് റെസ്റ്റ് ആണ്. നമുക്കൊരു സ്ട്രെച്ചിങ് വീഡിയോ ഉണ്ട്. ഓക്കെ, സ്ട്രെച്ചിങ് വീഡിയോ ആരും ചെയ്യുന്നില്ല തോന്നുന്നു. വളരെ ചെറിയ ബേസിക് സ്ട്രെച്ചസ് ആണ് കേട്ടോ. ഞാൻ മറ്റേ സർക്കസ് സ്ട്രെച്ചിങ്സ് ഒന്നും ആരും ചെയ്യിക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് ആണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം. 4th സർക്യൂട്ട്. ഓക്കെ,
എടുത്തോളൂ. Come on. Ready? 1. Come on. 2. പോടെ. 3. Come on. 4. Come on. 5. Relax. അല്ല റിലാക്സ് ആയില്ല കേട്ടോ. ദേ 1. biceps curls. 2. 3. 4. 5. Shoulder. Come on. 1. Come on. 2. Order. 3. Come on. 4. 5. Lunges. 1. 2. 3. 4. 5. അടുത്തത് 1. 2. 3. 4. 5. Bend over row. Bend ചെയ്യുന്നു. 1. 2. 3. 4. 5. End of the 4th session. അയ്യോ, കൊള്ളാം അല്ലേ? വളരെ സ്ലോ പേസിൽ പോകുന്ന എന്നാലും ഇന്റൻസ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് റൊട്ടീൻ ആണിത്. വർക്കൗട്ട് പാറ്റേൺ ആണിത്. ഓക്കെ, നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. മാക്സിമം ആ ഡെഡ് ലിഫ്റ്റിന്റെ പോസ്റ്റർ കറക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് ലോവർ ബാക്ക് ഒക്കെ നല്ല സ്ട്രെങ്ത് ആവും. സോ ചെയ്യാം. അയ്യോ, ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ സമയം 11 മണിയായി കേട്ടോ. രാത്രി 11 മണി. ഈ 11 മണിക്കാണ് വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾക്കും ഇപ്പോഴാണ് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ഈ 11 മണിക്കാണ് പറ്റുന്നത് ചെയ്യുക. എല്ലാ ദിവസവും ചെയ്യുക. ഓക്കെ, വർക്കൗട്ട് ചെയ്യുക എല്ലാ ദിവസവും. മീൻസ് റെസ്റ്റ് ഡേയിൽ റെസ്റ്റ് എടുക്കുക. ദെൻ വർക്കൗട്ട് ചെയ്യുന്ന ദിവസം വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഗുണമില്ല. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യുക. ഓക്കെ, റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ. ചെയ്യാം. അപ്പോ ഫൈനൽ സർക്യൂട്ട്, നമ്മൾ ഫൈനൽ സർക്യൂട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ഡെഡ് ലിഫ്റ്റ് 5 counts. ഡംബൽസ് എടുത്തോളൂ. ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. 1. Come on. 2. പോടെ. 3. Come on. 4. 5. ഇനി biceps curls. 1. Come on. 2. 3. 4. 5. Shoulder press. ഇരിക്കുന്നു. 1. 2. 3. 4. 5. നിങ്ങൾ ഇതിങ്ങനെ കൂട്ടിയിടിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചെയ്യല്ലേ. Then lunges. Come on. 1. 2. 3. 4. 5. അടുത്ത 1. 2.
3, 4, 5. Bend over row. Bend ചെയ്യുന്നു. 1, 2, 3, 4, 5. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ. മറ്റേ അപ്പൊ ചെയ്യാം, ഇരുന്നോ, സ്ട്രെച്ച് ചെയ്യാം. സോ ഡിയർ ടീം, നമ്മൾ 11th ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, സക്സസ്ഫുള്ളി 11th ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെ നല്ല അഭിപ്രായങ്ങളും നല്ല കമന്റ്സും പറഞ്ഞ കുറച്ച് പേരുണ്ട്. കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഒരു ദിവസവും ഓരോ ആൾക്കാരെങ്കിലും അധികമായി വരുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ആ കമന്റ്സുകളും ആ അഭിപ്രായങ്ങളുമാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ പുതിയവർക്കുള്ള നല്ല ഡിസൈൻ വെച്ചിരിക്കുക. ബട്ട് എല്ലാ ദിവസവും സെഷൻ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പുഷ് തരുന്നത്. സോ നിങ്ങൾ ഇനി ആ ഒരു ഇത് ചെയ്യുക, ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, തിരിച്ചും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. സ്ട്രെച്ച് ചെയ്യാം. സ്ഥിരം പോട്ടെ. 1, 2, 3, 4, 5. അതന്നെ. 6, 7, 8, 9, 10. അല്ല, സ്ട്രെച്ച് ചെയ്തല്ലോ അല്ലേ? ഞാൻ ചെറുതായിട്ടൊന്ന് മുങ്ങിയതാ. ഓക്കെ, ദെൻ ഓക്കെ, സൈഡിലോട്ട് പോട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വരിക, ഇവിടെ വരട്ടെ. കമോൺ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay. Then 1, 2. മനസ്സിലായില്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then കൈ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അടുത്ത കൈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സോ നമ്മുടെ 11th സെഷൻ, 11th ഡേ ഇതായിരുന്നു. നാളെ നമുക്ക് റെസ്റ്റ് ആൻഡ് റിക്കവറി ആണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു മൊബിലിറ്റി, ഒരു സ്ട്രെച്ച് വീഡിയോ ആയിരിക്കും, സെഷൻ ആയിരിക്കും നമുക്കുള്ളത്. അത് എല്ലാവരും ചെയ്യാം. സ്ട്രെച്ച് സെഷൻ പലരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒന്ന് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചസ് ആയിരിക്കും. ഭയങ്കര യോഗ മോഡിലുള്ള അത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യിക്കത്തില്ല. വളരെ ബേസിക് ആയിട്ട്. കാരണം നമ്മൾ ബിഗിനർ ലെവൽ പ്രോഗ്രാം ആണ് ചെയ്തത്. അപ്പം ഈ പ്രോഗ്രാം കാണുന്നവർ കൂടുതലും ബിഗിനേഴ്സ് ആണെന്നാണ് എന്റെ വിശ്വാസം. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലും ഞാൻ ആ സ്ട്രെച്ചസ് ചെയ്യുന്നത്. അത്രയും ഒട്ടും സ്ട്രെച്ച് ആകാത്ത ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചസ് ആയിരിക്കും നാളെ ഉള്ളത്. അപ്പോ നാളെ കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ, കീപ് മൂവിങ്, ബൈ ബൈ.